ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. നമ്മുടെ രേണു സുധി ബിന്നിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. പുറത്തെ കാര്യമാണ്. അതിനകത്ത് 2 പ്രശ്നമുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. ഒന്ന്, രേണു പറയുന്നത് ഒരിക്കൽ ആ ട്രോഫികളൊക്കെ എടുത്തിട്ട് രേണു ബെഡിൻ്റെ അടിയിൽ വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടായില്ല. കുറേ ആൾക്കാർ അതൊരു വിവാദമൊക്കെ ആക്കി. അത് താൻ എങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് വെച്ചത്? അത് നല്ലൊരു ഷെൽഫ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, തൽക്കാലത്തേക്ക് എടുത്ത് മാറ്റി വെച്ചതാണ്. അത് ഋതപ്പനൊക്കെ ചിലപ്പോൾ കയറുമ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് തട്ടി വയ്ക്കും എന്നുള്ളതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു 50, 60, 70% ബിഗ് ബോസ് ഓഡിയൻസിനും ഈ സംഭവം അറിയത്തില്ല. അതായത് നമ്മുടെ രേണു ഇങ്ങനെ അവരുടെ ഹസ്ബൻഡിന് കിട്ടിയ ട്രോഫികളൊക്കെ എടുത്ത് അവരുടെ കട്ടിലിൻ്റെ അടിയിൽ വെച്ചു എന്ന് പറയുന്ന സംഭവം. ഇനി രേണു അങ്ങനെ വെച്ചെങ്കിൽ തന്നെ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. രേണു ഇത് പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ പലരും ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും കമൻറ്റുകൾ ഇടുകയും റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് വേറൊരു ലോകമാണ്. ബിഗ് ബോസിൻ്റെ ഓഡിയൻസ് എല്ലാം ഈ രേണുവിൻ്റെ പ്രീവിയസ് ഇഷ്യൂസും അല്ലെങ്കിൽ പുറത്ത് നടന്ന കാര്യങ്ങളും എല്ലാം ഒന്നും കണ്ടിട്ടുള്ള ആൾക്കാരുമല്ല. അവരാരും ഇത്തരം വിഷയങ്ങൾ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ രേണു ഇവിടെ വന്നിരുന്ന അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് രേണു ആകെ ശ്രമിക്കുന്നത് പുറത്ത് നടന്ന വിഷയങ്ങളിലുള്ള തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ് രേണു ഇപ്പോൾ ബിഗ് ബോസിനെ കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്ത് രേണു സുധി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വന്ന ഒരാളാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനോ തനിക്ക് കിട്ടിയ പ്ലാറ്റ്ഫോമിനെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് കണ്ടുകൊണ്ട് അതിനകത്ത് ഗെയിം കളിക്കാനോ ശ്രമിക്കുന്നതിന് പകരം ഇപ്പോഴും പുറത്ത് എന്നോ നടന്ന കാര്യങ്ങൾ ആരൊക്കെയോ വിമർശിക്കുകയോ ആരൊക്കെയോ റിയാക്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് രേണു ആകെ ശ്രമിക്കുന്നത്. 2-3 ദിവസം മുമ്പ് ഷാനവാസിന്റെ അടുത്തും പുറത്ത് ഇതുപോലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. വീടിന്റെ ചോർച്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ട്രോഫി വെച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഇതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഒന്നാമത്തെ കാര്യം, അതൊക്കെ രേണുവിന്റെ സ്വകാര്യമായ കാര്യമാണ്. ആ വിഷയങ്ങളെക്കുറിച്ചുള്ള റിയാക്ഷൻസിന്റെ പോലും ആവശ്യമുണ്ടെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. അവരുടെ വീട്ടിൽ അവരുടെ ഭർത്താവിന്റെ ട്രോഫീസ് അവർ കട്ടിലിന്റെ അടിയിൽ വെക്കുകയോ റെങ്കിനകത്ത് വെക്കുകയോ അല്ലെങ്കിൽ പെട്ടിക്കകത്ത് അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ ഇടുകയോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും അവർക്കില്ല. ആരെങ്കിലും അത് കണ്ടുകൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അത്രയേ ഉള്ളൂ. അവരെന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചോട്ടെ. സുധിയുടെ ഒരു വിയോഗം കൊണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ള ഒരാൾ രേണു സുധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുധിയോട് അവർക്കുള്ള സ്നേഹത്തെ അവർ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. സുധിയുടെ കിട്ടിയിട്ടുള്ള ട്രോഫികളോ അല്ലെങ്കിൽ സുധിയുടെ മറ്റ് വസ്തുക്കളോ ഒക്കെ അവരെന്ത് ചെയ്യുന്നു, എവിടെ വയ്ക്കുന്നു, അല്ലെങ്കിൽ ആരെടുത്ത് കൊടുക്കുന്നു, ഇതൊന്നും നാട്ടുകാരെയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരെയോ ബോധിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ആരെങ്കിലും വന്ന് അതിനകത്ത് വല്ല ഡയലോഗ് അടിക്കുന്നെങ്കിൽ അടിച്ചിട്ട് പോയി പണി നോക്കാൻ പറയണം. അത്രേ ഉള്ളൂ. നാട്ടുകാരെ ബോധിപ്പിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. രേണു സുധി അവരുടെ ജീവിതം നയിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ബിഗ് ബോസിനകത്ത് അതിന് വന്നിട്ട് അവർ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യം തീരെയില്ല. ഇവിടെ ആർക്കും അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അത് അവരുടെ സ്വകാര്യ ജീവിതമാണ്, അവരുടെ ജീവിതമാണ്. ഇത് നമുക്കെന്തിനെന്നേ അറിയേണ്ട കാര്യം. ബിഗ് ബോസിനകത്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവരാകെ എപ്പോഴും പഴയ കഥയ്ക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണ്. ഗുണം ചെയ്യില്ല. രേണുവിനെ ഇമേജ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്ന സംഭവങ്ങളിൽ അവരുടെ നിലപാടുകൾ കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ അവർ പറയുന്ന അഭിപ്രായങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് ബിൽഡ് ചെയ്യാം. അവരെന്താണ് റിയൽ രേണു സുധി എന്താണെന്നാണ് നമുക്ക് കാണേണ്ടത്. രേണു ഇപ്പോൾ ഒരു മാസ്ക് അവരുടെ ശരീരത്തിൽ ഇട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതിനെ നൈസായിട്ട് ഊരി ബിഗ് ബോസിന്റെ ആ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷം റിയൽ രേണു സുധിയായിട്ട് അതിനകത്ത് നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ രേണു സുധി ആളുകൾ മനസ്സിലാക്കും, അവരെന്താണെന്ന് തിരിച്ചറിയും. അവരൊരു വ്യക്തിത്വമുള്ള ആളാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടാൽ അവർ സപ്പോർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് രേണു വേറെ വല്ലാതെ കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നുന്നു. പഴയ നടന്ന കാര്യങ്ങളൊന്നും ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമാണ്, നിങ്ങളുടെ സ്വകാര്യ കാര്യമാണ്. അതിൽ കയറി ആരെങ്കിലും ഒക്കെ അഭിപ്രായം പറഞ്ഞു കാണാം, കമന്റ് ചെയ്തിട്ടുണ്ടാകാം. അവർക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അവർ ചെയ്തു, അത്രയേ ഉള്ളൂ. അതിന് വേറെ എക്സ്പ്ലനേഷൻ കൊടുത്ത് ആരെ എന്ത് ബോധ്യപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യമായിട്ടാണ് രേണു അവർക്ക് കിട്ടിയ പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യുന്നത്. ആവശ്യമുള്ള രീതിയിൽ ഗെയിം കളിക്കാനോ ആ ഗെയിമിലേക്ക് ഇൻവോൾവ് ആയിക്കൊണ്ട് കിട്ടിയ പ്ലാറ്റ്ഫോമിനെ ഒരു വലിയ ഭാഗ്യമായി കണ്ടുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താനോ ശ്രമിക്കുന്നതിന് പകരം ഏതൊക്കെയോ പഴയ കാര്യങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.